ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മീയ ലോകത്തിലെ 3 തരം വസ്ത്രങ്ങൾ എന്നതാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വളരെ രസകരമായ ഒരു രംഗം കാണുന്നുണ്ട്. പ്രധാന പുരോഹിതനായ ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് സാത്താൻ കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ ജോഷുവയെ കുറ്റപ്പെടുത്തുകയാണ്. ജോഷുവ പാപിയാണ്, ജോഷുവ അശുദ്ധനാണ്. ഇങ്ങനെ പിശാച് ദൈവത്തിൻ്റെ മുമ്പിൽ ജോഷുവയുടെ കുറ്റങ്ങൾ പറയുകയാണ്. പെട്ടെന്ന് കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജോഷുവ ഒരു ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ദൂതൻ പെട്ടെന്ന് തൻ്റെ മുമ്പിൽ നിന്നവരോട് പറഞ്ഞു, ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക. ജോഷുവ, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനുശേഷം ദൂതൻ പറയാണ്, നിന്നെ ഞാൻ മനോഹരമായ ഒരു ശ്രേഷ്ഠ വസ്ത്രം അണിയിക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഈ ജോഷുവ പഴയ നിയമത്തിലെ മോശയുടെ ശിഷ്യനായ ജോഷുവ അല്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ പ്രധാന പുരോഹിതനായ ജോഷുവയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഈ പ്രധാന പുരോഹിതനായ ജോഷുവ ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുകയാണ്. ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പാപിയായ ഒരു മനുഷ്യനെ അദ്ദേഹം പ്രതിനിധീകരിക്കുകയാണ്. എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്രമാത്രം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, ഒരു മനുഷ്യൻ പാപിയാണെന്നുള്ള വലിയ ഒരു സത്യം ഈ ഭാഗം നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് പാപത്തിൻ്റെ അഴുക്ക് പുരണ്ട വസ്ത്രം. ധൂർത്ത പുത്രനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സുവിശേഷകനായ ലൂക്ക മാത്രമാണ് നമുക്കറിയാം. യോഹന്നാനും മത്തായിയും മർക്കോസും ഈ ഭാഗം വിട്ടുകളഞ്ഞു. നിങ്ങൾക്കറിയാം, ലൂക്ക ഒരു ഡോക്ടറായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ ഡോക്ടർമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പ്രത്യേകിച്ച് നല്ല ഡോക്ടർമാർക്ക്. ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു, ഒരു നല്ല ഡോക്ടർക്ക് രോഗിയെ കാണുമ്പോൾ തന്നെ രോഗം മനസ്സിലാകും. സ്റ്റെതസ്കോപ്പ് വയ്ക്കേണ്ട, ശരീരത്തിൽ ഒന്ന് തൊടുക പോലും വേണ്ട. ആ രോഗി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ സൂക്ഷ്മമായിട്ട് നോക്കുന്ന മിടുക്കനായ ഡോക്ടർക്ക് ആ രോഗിയുടെ മുഖഭാവം, ആ ശരീരത്തിൻ്റെ കൂന്, നടക്കുന്ന രീതി, ആ മുഖത്തുള്ള വിളർച്ച, ഇതെല്ലാം നോക്കിയിട്ട് ഒറ്റയടിക്ക് രോഗം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള മിടുക്കന്മാരായ ഡോക്ടർമാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ലൂക്ക ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടം വളരെ കൃത്യതയുള്ളതും സൂക്ഷ്മതയുള്ളതുമായിരുന്നു. ധൂർത്തപുത്രൻ മടങ്ങി വരുന്ന രംഗം ലൂക്ക വിവരിക്കുമ്പോൾ ആദ്യമായിട്ട് ലൂക്ക വിവരിക്കുന്നത് അവൻ്റെ വസ്ത്രത്തെ പറ്റിയാണ്. മുഷിഞ്ഞു നാറിയ, നാറ്റമടിക്കുന്ന, അഴുക്കു പുരണ്ട, ഒന്നിനും കൊള്ളുകയില്ലാത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ധൂർത്തപുത്രൻ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി വരുന്നതാണ് ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മോതിരമില്ലായ്മയെപ്പറ്റിയോ ചെരുപ്പില്ലായ്മയെപ്പറ്റിയോ ഒന്നുമല്ല ലൂക്ക പറയുന്നത്. ലൂക്ക പറയുന്നത് വസ്ത്രത്തെ പറ്റിയാണ്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ജോഷുവ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള 700 കോടി ജനങ്ങൾ മാത്രമല്ല, ആദത്തിൻ്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള സകല ജനങ്ങളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ചു നിൽക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം പറയാണ്, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. There is none righteous before God. ഒരു പാപവും ചെയ്യാത്തവനായി ഞാനുണ്ട് എന്ന് പറയാൻ ഒരു മനുഷ്യനും പറ്റുകയില്ല എന്ന് ബൈബിൾ പറയാണ്. അതായത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പാപത്തിൻ്റെ മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ കീറിയതായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവളുടെ ആത്മാവിൻ്റെ വസ്ത്രം മുഷിഞ്ഞ് നാറിയതായിരുന്നു. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് മരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ വസ്ത്രം മുഷിഞ്ഞ് നാറിയതായിരുന്നു.
യൂദാസ് യേശുവിനെ ചുംബിക്കാനായിട്ട് കടന്നു വരുമ്പോൾ പുറമേ അവൻ വളരെ വില കൂടിയ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ആത്മാവിൽ ദൈവത്തെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടായിരുന്നതിനാൽ അവൻ്റെ ആത്മാവിൻ്റെ വസ്ത്രം കീറിയതും മുഷിഞ്ഞതും ദുർഗന്ധം പരത്തുന്നതുമായിരുന്നു. അന്നാസും കയ്യപ്പാസുമൊക്കെ പ്രധാന പുരോഹിതന്മാരായി വലിയ പദവികൾ അലങ്കരിച്ചിരുന്നെങ്കിലും അവരുടെ ആത്മാവിൻ്റെ വസ്ത്രം അസൂയ നിറഞ്ഞതും വളരെയധികം വെറുപ്പ് നിറഞ്ഞതും സ്വാർത്ഥത നിറഞ്ഞതുമായതിനാൽ അവരുടെ വസ്ത്രവും സത്യത്തിൽ മുഷിഞ്ഞു നാറിയതായിരുന്നു. സ്വന്തം സഹോദരനായ ആബേലിനെ കൊന്നതിന് ശേഷം നിൽക്കുന്ന കായേൻ ദൈവം അവനെ തേടി കടന്നു വരുമ്പോൾ അവൻ്റെ വസ്ത്രവും പാപത്തിൻ്റെ മുഷിഞ്ഞു നാറിയ ഒരു വസ്ത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥയെ കാണിക്കുന്നു. ഈ അവസ്ഥ തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. സത്യത്തിൽ മനുഷ്യർ എത്രയോ അഹങ്കാരികളായിട്ടാണ് ജീവിക്കുന്നത്. സത്യത്തിൽ മനുഷ്യൻ കരയേണ്ടതാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ മലയിലെ പ്രസംഗം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. തങ്ങളുടെ വസ്ത്രം, ആത്മാവിൻ്റെ വസ്ത്രം മുഷിഞ്ഞ് നാറിയതാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന് സ്വർഗം കിട്ടും. തൻ്റെ ആത്മാവിൻ്റെ മുഷിഞ്ഞ് നാറിയ വസ്ത്രത്തെ ഓർത്ത് കരയുന്ന വ്യക്തി ഭാഗ്യവാൻ, ഭാഗ്യവതി, അവൻ ആശ്വസിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് തിരിച്ചറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യമെന്ന് ബൈബിൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷ പ്രഘോഷണ വേളയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ആളുകൾ കരയുന്നത് കാണാം. അത് വെറും ഒരു ഇമോഷൻ മാത്രമല്ല, ദുഃഖകരമായ സിനിമകൾ കണ്ട് കരയുന്നത് പോലെയല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ധ്യാനവേളകളിൽ, വചനപ്രഘോഷണ വേളകളിൽ കടന്നു വരുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ തങ്ങളുടെ ആത്മാവിൻ്റെ വസ്ത്രത്തിൻ്റെ അഴുക്ക് മനുഷ്യൻ കണ്ടെത്തുന്നത് മൂലമാണ് മനുഷ്യർ പലപ്പോഴും വാവിട്ട് നിലവിളിക്കുന്നത്. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന സുവിശേഷകൻ അമേരിക്കയിൽ സോതോം എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. വലിയ പാപികൾ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ മനുഷ്യർ വാവിട്ട് കരയുന്നത് കണ്ട് ചാൾസ് ഫിന്നിയുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു വ്യക്തി ചെന്നിട്ട് ചാൾസ് ഫിന്നോട് പറഞ്ഞു, ഈ മനുഷ്യൻ 2.5 മണിക്കൂറായിട്ട് കരയാണ്, അയാളെ ഞാൻ പോയി ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിക്കട്ടെ. ചാൾസ് ഫിന്നി ഈ മനുഷ്യൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ലെറ്റ് ഹിം വീപ്പ് വീപ്പ് അഗെയിൻ അഗെയിൻ ആൻഡ് അഗെയിൻ. അവൻ കരയട്ടെ. കരഞ്ഞ് 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 അവൻ്റെ വസ്ത്രത്തിലെ മുഴുവൻ അഴുക്കും വെണ്മയുള്ളതായി തീരട്ടെ. ആ കണ്ണുനീരിൽ അവൻ്റെ വസ്ത്രങ്ങൾ വെണ്മയായി തീരട്ടെ. അവൻ കരയട്ടെ. അവൻ അത്രമാത്രം പാപം അവൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വെട്ടം, പ്രകാശം അവൻ്റെ മേൽ അടിച്ചതിനാൽ അവൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമാണ്, സഭയുടെ ചരിത്രത്തിൽ ആത്മാവിൻ്റെ അഴുക്ക് ആരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ അവരെല്ലാം നല്ല അലക്കുകാരനായ യേശുവിൻ്റെ പക്കൽ ചെന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകനിലൂടെ പിതാവ് അരുളി ചെയ്യുന്നത്, നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴുക്കുപുരണ്ട് ചുവപ്പ് നിറമാണെങ്കിലും രക്താംബരമാണെങ്കിലും ഞാൻ അതിനെ കമ്പിളി പോലെ വെളുപ്പിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ അഴുക്കിനെ മാറ്റാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവേ, എന്നിൽ അസൂയയുണ്ട്, എന്നിൽ സ്വാർത്ഥതയുണ്ട്, എന്നിൽ പിടിവാശിയുണ്ട്, എന്നിൽ ഞാൻ എന്ന ഭാവമുണ്ട്, കണ്ണുകളുടെ ദുരാസക്തിയുണ്ട്, ശരീരത്തിൻ്റെ ബലഹീനതകളുണ്ട്. കർത്താവേ, എൻ്റെ വസ്ത്രം അഴുക്ക് പുരണ്ടതാണെന്ന് നമുക്ക് ഏറ്റുപറയാം. പ്രിയപ്പെട്ടവരെ, സഭയിൽ ആരെല്ലാം യേശുവിൻ്റെ പക്കൽ ചെന്നിട്ടുണ്ടോ അവരുടെ എല്ലാം വസ്ത്രങ്ങളെ കർത്താവ് തൊടുക തന്നെ ചെയ്തു. രണ്ടാമത്തെ വസ്ത്രം, സ്വയം നീതീകരണത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം. ഈ വസ്ത്രം അണിഞ്ഞിരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. പ്രത്യേകിച്ചും ഭക്തരായ ആളുകളാണ് കൂടുതലായിട്ടും ഈ വസ്ത്രം അണിഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ വീണ്ടും മറ്റൊരു സുവിശേഷകനും പറയാത്ത ഈ രംഗം ഡോക്ടറായ ലൂക്ക തൻ്റെ സൂക്ഷ്മമായ നയനങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ചുങ്കക്കാരനും പരിസേയനും പ്രാർത്ഥിക്കാൻ പോയ കാര്യം ലൂക്ക മാത്രമേ എഴുതി വയ്ക്കുന്നുള്ളൂ. മിക്കവാറും പരിശുദ്ധ കന്യകാമറിയത്തോട് ചോദിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിച്ച് ലൂക്ക ഇത് മനസ്സിലാക്കി കാണണം. വളരെ മനോഹരമായിട്ട് ലൂക്ക ഇത് വിവരിക്കുകയാണ്. ആ പരിസേയൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ വ്യഭിചാരിയോ അക്രമിയോ അശുദ്ധനോ അനീതി നിറഞ്ഞവരോ ആയ മനുഷ്യരെ പോലെയോ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഞാൻ ഓർത്ത് അയാൾ എന്നേക്കാൾ നല്ലവനാണ്. ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊന്നും ഉപവസിക്കുന്നില്ല. ഇയാൾ പറയുകയാണ്, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും, വാഴപ്പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയും അടയ്ക്കായുടെയും റബ്ബറിൻ്റെയും തേങ്ങായുടെയും കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു.
അയാൾ പറഞ്ഞതൊന്നും കള്ളത്തരമല്ല, സത്യമാണ് അയാൾ പറഞ്ഞത്. അയാൾ മിക്കവാറും ബുധനും വെള്ളിയും മുഴുവൻ ആഹാരം ഉപേക്ഷിച്ച് ഉപവസിക്കുന്ന വ്യക്തിയായിരുന്നു കാണും. മുഴുവൻ്റെയും ദശാംശം കൊടുക്കുന്നു. അയാൾ ജീവിതത്തിൽ വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, അനീതി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. സത്യത്തിൽ നമ്മളെ എല്ലാവരെയും കാളും സത്യത്തിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ള ഒരു 90% വ്യക്തികളെക്കാൾ എത്രയോ നല്ലവനാണ് ഈ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇത്രയധികം നന്മയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അയാൾ തള്ളപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് നമുക്കൊരു പാഠമായിട്ടാണ് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്. സത്യത്തിൽ നമ്മളിത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രമാത്രം നന്മയുണ്ടായിട്ടും ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നില്ല. അദ്ദേഹം തള്ളപ്പെട്ടു എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. ഇതാണ് യേശുവിൻ്റെ പഠനങ്ങളെ മറ്റുള്ളവരുടെ പഠനങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു വലിയ വസ്തുത. അതിൻ്റെ കാരണം യേശു പറയുന്നുണ്ട്, തന്നെത്താൻ നീതീകരിക്കുന്നവനായി അവൻ ദേവാലയത്തിലേക്ക് വന്നു, ദൈവത്താൽ നീതീകരിക്കപ്പെടാത്തവനായി അവൻ ദേവാലയത്തിൽ നിന്ന് മടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ഹൃദയത്തെ കഴുകാൻ നമുക്ക് സാധ്യമല്ല. 1 സാമുവൽ 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ്റെ ഹൃദയം കാണുന്ന കർത്താവിന് നമ്മുടെ ബാഹ്യമായ നല്ല പ്രവൃത്തികൾ സ്വീകാര്യമല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ്. അത് ബാഹ്യമായി മനോഹരമായി കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉൾഭാഗം മുഴുവൻ മനുഷ്യരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ മാലിന്യവും വെറുപ്പും അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായി സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുമ്പോഴും ബാഹ്യമായി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും 2 ദിവസം വെള്ളം മാത്രം കുടിച്ച് പട്ടിണി കിടക്കുമ്പോഴും കർത്താവ് ഈ ഫരിസേയൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളെ കാണുമ്പോൾ ഉള്ള ആസക്തിയോടെയുള്ള നോട്ടവും ആഗ്രഹങ്ങളും പരിശുദ്ധനായ ദൈവത്തിൻ്റെ കണ്ണുകൾ കണ്ടുപിടിച്ചു. തന്നേക്കാൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ഉള്ള കുശുമ്പ്, അസൂയ, തന്നേക്കാൾ പാടാൻ കഴിവുള്ള, തന്നേക്കാൾ വിശുദ്ധിയുള്ള വ്യക്തികളെ കാണുമ്പോൾ, ബൈബിൾ പാണ്ഡിത്യമുള്ള വ്യക്തികളെ കാണുമ്പോൾ, ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ, അഭിഷേകമുള്ള വ്യക്തികളെ കാണുമ്പോൾ ഉള്ള അസൂയ കർത്താവിൻ്റെ കണ്ണുകൾ കണ്ടുപിടിച്ചു. ചിലപ്പോഴെങ്കിലും ഭാര്യയെ നോക്കുന്നതിന് പകരം അന്യൻ്റെ ഭാര്യയെ തെറ്റായിട്ട് ഒരിക്കലെങ്കിലും നോക്കിയിട്ടുള്ള നോട്ടം യേശു കണ്ടുപിടിച്ചു. അതുകൊണ്ട് കർത്താവിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഒരുവൻ്റെ പുറമേയുള്ള പ്രവൃത്തി നോക്കിയല്ല ദൈവം ഒരുവന് മാർക്കിടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നടന്നു വരുന്നു. ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയിട്ട് 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോട് കൂടിയ യേശു പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അകത്തും കാപട്യമില്ല, പുറത്തും കാപട്യമില്ല, അകത്തും ഇരുട്ടില്ല, പുറത്തും ഇരുട്ടുമില്ല, പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, സ്വയനീതീകരണത്തിൻ്റെ വസ്ത്രം ധരിക്കാത്തവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, സ്വയനീതീകരണത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നുണ്ടോ? ഞാൻ 9 കൊന്ത ചൊല്ലുന്നു, ഞാൻ 12 കർണക്കൊന്ത ചൊല്ലുന്നു, ഞാനിതാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു, ഞാനിതാ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു, ഞാനിതാ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഞാനിതാ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. ഇതിൻ്റെ എല്ലാം ലിസ്റ്റുമായി ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന വ്യക്തിയെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്, സകല നല്ല കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് ദൈവത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. സകല നന്മയും ചെയ്തതിന് ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ. 1 കൊറിന്ത്യർ 15:10, ഞാൻ എന്താണോ അത് ദൈവകൃപയാണ്. പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ എല്ലാ അപ്പസ്തോലന്മാരെക്കാൾ കൂടുതലായി അധ്വാനിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, അടികൊണ്ടു, പട്ടിണി കിടന്നു, തണുപ്പേറ്റു, പക്ഷെ ഇതെല്ലാം അവൻ്റെ കൃപയാണ്, ഇതെല്ലാം അവൻ്റെ കൃപയാണ്, എൻ്റേതല്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. കുരിശിൽ കിടക്കുന്ന 2 കള്ളന്മാരിൽ ഒരുവൻ സ്വർഗത്ത് പോകാത്തതിൻ്റെ കാരണം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2 കള്ളന്മാരും ഒരുപോലെ പാപം ചെയ്തെങ്കിലും ആ മാനസാന്തരപ്പെടാത്ത കള്ളൻ്റെ പ്രത്യേകത, അവൻ സ്വയം നീതീകരിച്ചു. ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയാൻ അയാൾ തയ്യാറായില്ല. ഞാൻ അത്രയ്ക്ക് വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എന്നെ കുരിശിൽ കിടത്താൻ മാത്രം. ഇതായിരുന്നു അവൻ്റെ മനോഭാവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതെല്ലാം എൻ്റെ പുറത്തേക്ക് അയക്കുന്നത്? അങ്ങേക്ക് വേറെ ആരെയും കാണാൻ പറ്റിയില്ലേ? സ്വയ നീതീകരണത്തിൻ്റെ വസ്ത്രം ധരിക്കരുത്. കർത്താവിന് അവനോട് ഒന്നും മിണ്ടാനില്ലായിരുന്നു, ഒന്നും കർത്താവ് സംസാരിക്കുന്നില്ല.
ആദവും ഹൗവയും പാപം ചെയ്തു. ദൈവത്തെ ധിക്കരിച്ചതിന് ശേഷം അത്തിയിലകൾ കൊണ്ടുള്ള വസ്ത്രമണിഞ്ഞു എന്നതിൻ്റെ അർത്ഥം സ്വയം നീതീകരിച്ചു, സ്വയം പാപങ്ങളെ മറച്ചു പിടിച്ചു. ചെയ്ത പാപത്തെ മറയ്ക്കുവാൻ വേണ്ടി പാപം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വരെ അവരുടെ വസ്ത്രമെന്ന് പറയുന്നത് പ്രകാശമായിരുന്നു. സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, ദൈവമേ അങ്ങ് പ്രകാശത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. പ്രകാശത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന ഈ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്ത വസ്ത്രം പ്രകാശമാണ്, അത് പരിശുദ്ധിയുടെ പ്രകാശമാണ്. പാപം ചെയ്തപ്പോൾ ആ വസ്ത്രം നഷ്ടപ്പെട്ടു. ആദവും ഹൗവയും ആ വസ്ത്രത്തിന് പകരം സ്വയം നീതീകരണത്തിൻ്റെ വസ്ത്രമുണ്ടാക്കി, അത്തിയിലകൾ കൊണ്ടുള്ള വസ്ത്രമുണ്ടാക്കി. പിതാവായ ദൈവം കടന്നു വന്നിട്ട് ആ വസ്ത്രത്തെ വലിച്ചു ദൂരെ കളഞ്ഞതിന് ശേഷം പറഞ്ഞു, ഒരു മനുഷ്യനും എൻ്റെ മുൻപിൽ നീതിമാനായിരിക്കാൻ സാധ്യമല്ല. ജോബ് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, ജോബേ, പരിശുദ്ധനായ എൻ്റെ മുൻപിൽ നിനക്ക് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? ജോബിൻ്റെ പുസ്തകം 15:15 പറയുന്നു, സ്വർഗം പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിർമ്മലമല്ല, തൻ്റെ പരിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം കുറ്റം കാണുന്നു. ഇത് കേട്ടപ്പോൾ ജോബ് പറയാണ്, ദൈവമേ, അങ്ങനെയെങ്കിൽ ഏത് മനുഷ്യൻ അങ്ങയുടെ മുൻപിൽ നീതിമാനായിരിക്കാൻ സാധിക്കും? ദൈവമേ, ഏത് മനുഷ്യന് അങ്ങയുടെ മുൻപിൽ നീതിമാനായിരിക്കാൻ സാധിക്കും? പരിശുദ്ധ കന്യകാമറിയം പാപം ചെയ്യാത്തവളായിട്ട് ജീവിച്ചു. പക്ഷേ മാതാവ് ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, അതെനിക്ക് സാധിച്ചത് ദൈവകൃപ കൊണ്ടാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ പാപത്തിൽ വീഴാതെ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു രക്ഷകന്റെ കൃപ, അതിൽ ഞാൻ ആനന്ദിക്കുന്നു. അത് കർത്താവിൻ്റെ കരുണയാണ് എന്ന് മറിയം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വയ നീതീകരണത്തിൻ്റെ വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കളയണം. ഇന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്ന ഒരുപാട് വ്യക്തികൾക്ക് വളരാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഞാനൊരിക്കലും ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ 2 പേര് തമ്മിൽ തർക്കം നടക്കുകയാണ്. ഞാൻ പിടിച്ചു മാറ്റാൻ വേണ്ടി നടക്കൂട്ടി എന്നപ്പോൾ ഒരു ചേട്ടൻ പറയാണ്, ഡോക്ടറെ, ഞാൻ 18 കൊല്ലമായി കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിൽ വന്നിട്ട് ഇവൻ 3 കൊല്ലമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവൻ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞു, ചേട്ടാൻ 1000 കൊല്ലമായാലും ഇവൻ ഇന്നലെ വന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഇതിൽ ശരി പറയുന്ന ആള് അത് ആരും ആയിക്കോട്ടെ, ആ ശരി പറയുന്ന ആൾ പറയുന്നത് ശരി, തെറ്റ് ആര് പറഞ്ഞാലും തെറ്റാണ്, ശരി ആര് പറഞ്ഞാലും ശരിയാണ്. ഈ ചേട്ടൻ പറയാണ്, ഞാൻ 10, 16, 18 കൊല്ലമായി, അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ പറയുന്നത് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ സീനിയോറിറ്റിയുടെ കണക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടാനായിട്ട് സാധ്യമല്ല. 3ാമത്തെ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ഈ നിമിഷം ചിന്തിക്കുകയാണ്. കർത്താവ് തരുന്ന രക്ഷയുടെ മനോഹരമായ വസ്ത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അതിനാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ കഴിയാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ കണ്ണുനീരോടെ പറയുകയാണ്, എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതി. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇത് മനസ്സിലാക്കാത്തതാണ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണം. വിശുദ്ധ അമ്മ ത്രേസ്യ ഒരിക്കൽ നൊവീഷ്യേറ്റുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി 3 ദിവസം മുഴുവൻ പട്ടിണി കിടന്ന് വെള്ളം മാത്രം കുടിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചൊരുങ്ങിയതിനു ശേഷം നൊവീഷ്യേറ്റുകൾക്ക് ക്ലാസ് എടുക്കാൻ ചെന്നു. പോകുമ്പോൾ അവൾ വിചാരിച്ചു, ഇന്ന് വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഞാൻ കാണും. പക്ഷേ ക്ലാസ് എടുക്കാൻ ചെന്ന് 1 മണിക്കൂർ ക്ലാസ്സിന് 3 ദിവസത്തെ ഉപവാസം. അവിടെ ചെന്ന് നിന്നപ്പോൾ ദൈവം അഭിഷേകം കൊടുത്തില്ല. ആ ക്ലാസ് മുഴുവൻ വരണ്ടുണങ്ങിപ്പോയി. കൊച്ചു സിസ്റ്റർമാരൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങി. സങ്കടപ്പെട്ടു പോയ അമ്മ ത്രേസ്യ മുറിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞു, നാഥാ, നീ എന്താണ് എന്നെ കൈവിട്ട് കളഞ്ഞത്? കർത്താവ് പറഞ്ഞു, മോളെ ത്രേസ്യ, നിന്റെ ഉപവാസം വഴി നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നിന്റെ പ്രാർത്ഥന വഴി പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നീ വിചാരിച്ചു നീ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. യേശു പറഞ്ഞു, നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അതെൻ്റെ ക്രൂശീകരണമാണ്, എൻ്റെ പീഡാസഹനമാണ്. അത് മാത്രമാണ് യോഗ്യത. നീ ഉപവാസം എടുക്കണം, നീ പ്രാർത്ഥിക്കണം. പക്ഷേ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നീ എൻ്റെ മുൻപിൽ വരുമ്പോൾ ഒഴിഞ്ഞ കരങ്ങളുമായി നിൽക്കാൻ പഠിക്കണം. കർത്താവേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ അഭിഷേകം ചെയ്യാനായിട്ട് പറ്റൂ.
അമ്മ ത്രീസ്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവിലെ ദാരിദ്ര്യം നാഥൻ എന്നെ കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിലെ രക്ഷപ്പെട്ട കള്ളൻ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം പാപത്തിൻ്റെ അഴുക്ക് പുരണ്ട വസ്ത്രമാണ്. സ്വയനീതീകരണത്തിൻ്റെ വസ്ത്രം അവൻ അണിഞ്ഞില്ല. അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ ശിക്ഷ അർഹിക്കുന്നു. ഗോഡ് ഓൾവേസ് ഓണേഴ്സ് ഓണസ്റ്റ് പീപ്പിൾ. പ്രിയപ്പെട്ടവരെ, ദൈവം സത്യസന്ധരെ മാനിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം എപ്പോഴും സത്യസന്ധരെ മാനിക്കുന്നു. ഈ കള്ളൻ പറയാണ്, എനിക്ക് അങ്ങയുടെ മുമ്പിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല, ഞാൻ ഈ ശിക്ഷ അർഹിക്കുന്നു, എന്നോട് കരുണ കാട്ടണമേ. നീതി കാട്ടണമെന്നല്ല അവൻ പറഞ്ഞത്, എന്നോട് കരുണ കാട്ടണമേ. നീതിയും കരുണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നതാണ്, കരുണയെന്ന് പറയുന്നത് അർഹിക്കാത്ത ദയയാണ്. അതാണ് അവൻ ചോദിച്ചത്, അങ്ങനോട് കരുണ കാട്ടണമേ. പ്രിയപ്പെട്ടവരെ, അവന് മനോഹരമായ രക്ഷയുടെ വസ്ത്രം യേശു കൊടുക്കുകയാണ്. പറുദീസയിലേക്ക് യേശുവിൻ്റെ കൈക്ക് പിടിച്ചവൻ പോകുമ്പോൾ രക്ഷയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ പറുദീസയിലേക്ക് കയറി ചെല്ലുകയാണ്. ഞാനും നിങ്ങളും ധരിക്കേണ്ട വസ്ത്രം രക്ഷയുടെ വസ്ത്രമാണ്. കർത്താവ് ഒരിക്കൽ ഒരു ഉപമ പറഞ്ഞില്ലേ, ഒരു രാജാവ് അനേകരെ വിരുന്നിന് വിളിച്ചു, ആരും പോയില്ല. ഞാൻ കല്യാണം കഴിച്ചു, വരാൻ പറ്റില്ല. ഞാൻ കാളയെ മേടിച്ചു, വരാൻ പറ്റില്ല. എനിക്ക് വയലിൽ ജോലിയുണ്ട്, വരാൻ പറ്റില്ല. ആളുകൾ ഓരോന്ന് പറഞ്ഞു മാറി. ഒടുവിൽ വഴിയിൽ കണ്ടവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഒരുവന് വിവാഹ വസ്ത്രമില്ല. എന്താണ് രാജാവ് അവനോട് ദേഷ്യപ്പെടാൻ കാരണം? വഴിയിൽ കണ്ടവരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ പട്ടാളക്കാരുടെ കയ്യിൽ അവർ വിവാഹ വിരുന്നിന് വരുമ്പോൾ ഇടേണ്ട വസ്ത്രം കൊടുത്തുവിട്ടിരുന്നു. 5 പൈസ പോലും കൊടുക്കാതെ സൗജന്യമായി കൊടുത്തുവിട്ട രാജാവ് കൊടുത്ത രക്ഷയുടെ വസ്ത്രം ധരിച്ചു കൊണ്ടുവരണം. ഒരുവൻ മാത്രം ആ വസ്ത്രത്തിന് യാതൊരു വിലയും കൊടുക്കാതെ അത് ചുരുട്ടിക്കൂട്ടി എവിടെയോ ഇട്ടിട്ട് അവൻ്റെ ഉടുപ്പുമിട്ട് കടന്നു വന്നു. രാജാവ് വിരുന്നുശാലയിലേക്ക് കടന്നു വന്നു. എല്ലാവരുടെയും തോളിൽ തട്ടി പേര് ചോദിച്ചു. കൂട്ടത്തിൽ ഒരുവൻ വിവാഹ വസ്ത്രം ധരിക്കാതിരിക്കുന്നത് കണ്ടു. രാജാവ് ചോദിച്ചു, നിന്റെ വിവാഹ വസ്ത്രം എവിടെ? ഞാൻ നിനക്ക് സൗജന്യമായി തന്ന വസ്ത്രം എവിടെ? അവൻ അതിന് ഉത്തരം കൊടുത്തില്ല. ഇവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കളയുക. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ വസ്ത്രം സൗജന്യമാണ്. കർത്താവ് കാൽവരിയിൽ വലിയ വില കൊടുത്ത് വാങ്ങിത്തന്ന വസ്ത്രം സൗജന്യമാണ്. തൻ്റെ അടുക്കൽ നഗ്നനാണെന്ന് ഏറ്റുപറയുന്ന സകലർക്കും ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. കാരണം ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ വസ്ത്രം അവരെ വിട്ടുപോയി, ദൈവത്തിൻ്റെ മഹത്വം അവരെ വിട്ടുപോയി. സത്യത്തിൽ ഓരോ മനുഷ്യനും നഗ്നനാണ്. ദൈവത്തിൻ്റെ മഹത്വത്താൽ മൂടപ്പെടാത്ത നഗ്നത അനുഭവിക്കുന്ന മനുഷ്യർ തങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നിലവിളിക്കുമ്പോൾ ഈ വസ്ത്രം യേശു അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഈ വസ്ത്രം അണിഞ്ഞിട്ട് വേണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി കടന്നു ചെല്ലാൻ. കർത്താവ് ചോദിച്ചു, നിന്റെ വസ്ത്രം എവിടെ? പ്രിയപ്പെട്ടവരെ, ഓരോ പാപിയും ദൈവത്തിന് മുമ്പിൽ കടന്നു ചെല്ലേണ്ടത് യേശു സൗജന്യമായിട്ട് കൊടുക്കുന്ന രക്ഷയുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ അഴുക്ക് പുരണ്ട വസ്ത്രം ഞാൻ ഉരിഞ്ഞു മാറ്റുന്നു. എൻ്റെ സ്വയം നീതീകരണത്തിൻ്റെ, ഞാൻ എന്തോ ആണ്, വലിയ ഭക്തനാണ്, പ്രാർത്ഥനക്കാരനാണ്, വിശുദ്ധനാണ് തുടങ്ങിയ തോന്നലുകൾ കൊണ്ട് നടക്കുന്ന എൻ്റെ സ്വയനീതീകരണത്തിൻ്റെ വസ്ത്രം, ഞാൻ എൻ്റെ ഭാര്യയെക്കാൾ നല്ലതാണ്, ഭർത്താവിനേക്കാൾ നല്ലതാണ് തുടങ്ങിയ സ്വയനീതീകരണത്തിൻ്റെ വസ്ത്രം, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ഞാൻ ഉരിഞ്ഞു മാറ്റുന്നു. ഞാൻ നഗ്നനാണെന്ന് ഏറ്റുപറയുന്നു. കർത്താവേ, നിന്റെ രക്ഷയുടെ വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ. നിന്റെ ആ വസ്ത്രം എനിക്ക് തരണമേ. ഇതാ കുരിശിൽ അങ്ങയുടെ വസ്ത്രത്തിന് വേണ്ടി നറുക്കിട്ടപ്പോൾ മുകൾ മുതൽ താഴെ വരെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട ആ വസ്ത്രം ആർക്ക് കിട്ടണമെന്നറിയാൻ അവർ നറുക്കിട്ടു. അതെ, ആ വസ്ത്രം കീറലില്ലാത്ത വസ്ത്രം, തുന്നലില്ലാത്ത വസ്ത്രം, ആ രക്ഷയുടെ വസ്ത്രം മനുഷ്യവർഗത്തിൻ്റെ മേൽ തുന്നലുകളില്ലാതെ കീറലുകളില്ലാതെ വന്നു വീഴുകയാണ്. യേശുവിൻ്റെ രക്തം വീണ ആ വസ്ത്രം ഞങ്ങളുടെ മേൽ ഇപ്പോൾ ഇട്ടു തരണമേ. സൗജന്യമായി നീതീകരിക്കണമേ. സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വിരുന്ന് ആസ്വദിക്കാൻ കടന്നു വരുമ്പോൾ ഈ വസ്ത്രമണിഞ്ഞവരായി കടന്നു വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.